കെ.വി. തോമസിന്റെ യാത്രാബത്ത വിമർശനവുമായി കെ. സുധാകരൻ. കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാബത്ത ഉയർത്താനുള്ള നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ എം.പി. കെ.വി. തോമസ് CPM-ന്റെയും BJP-യുടെയും സഹപ്രവർത്തകനാണ്. ഖജനാവ് കാലിയാക്കലാണ് കെ.വി. തോമസ് ചെയ്യുന്നത്. മറ്റൊരു ജോലിയും ഡൽഹിയിലില്ലെന്നും കെ. സുധാകരൻ വിമർശിച്ചു. കെ.വി. തോമസിന്റെ യാത്രാബത്ത പ്രതിവർഷം 11.31 ലക്ഷമാക്കാനാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. 5 ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന ബജറ്റിൽ കെ.വി. തോമസിന് യാത്രാബത്തയായി അനുവദിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം 6.31 ലക്ഷം രൂപ ചെലവായതിനാൽ 5 ലക്ഷം പോരെന്നും 11.31 ലക്ഷം വേണമെന്നും ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്യുകയായിരുന്നു. ഓണറേറിയത്തിന് പുറമെയാണ് യാത്രാബത്ത. നേരം വെളുത്ത് ഇരുട്ട് വീഴുന്നതുവരെ നാട്ടുകാരുടെ ആരോഗ്യകാലം തിരക്കി നടക്കുന്ന ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക എന്നീ കാര്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും സർക്കാരിന് അനക്കമില്ല എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. നിലവിൽ 7,000 രൂപയാണ് ആശമാരുടെ ഓണറേറിയം. ആശമാരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാരാണ് കെ.വി. തോമസിന് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിനൊപ്പം കോൺഗ്രസ് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ.വി. തോമസിന്റെ യാത്രാബത്ത ഉയർത്താനുള്ള നിർദ്ദേശത്തിനെതിരെ കോൺഗ്രസ് നേതാവ് കെ. സുധാകരൻ രംഗത്തെത്തിയത്. ആശാ വർക്കേഴ്സിന്റെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കണമെന്നും കെ.വി. തോമസിന്റെ 1 മാസത്തെ ശമ്പളം മാത്രമാണിതെന്നും സുധാകരൻ പറഞ്ഞു. ആശാപ്രവർത്തകർ മനക്കരുത്തോടെ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ആശാപ്രവർത്തകരുടെ സമരത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ചുള്ള പ്രവർത്തനം വേണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. ദേശീയ തലത്തിൽ ആശാപ്രവർത്തകന്മാരുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം. ആശാപ്രവർത്തകരുടെ ജോലി സാഹചര്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ വ്യക്തമായ നയവും നടപടികളും സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു.